Good morning. Good morning, ma'am. Good morning, Good ma'am. morning, Good ma'am. morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Morning. Good morning, ma'am. Okay, we can start. Who is going to do prayer? ഞാനാണ് മാം. ചൊല്ലട്ടെ മാം. Yes, please. ഹൃദയഗീതമായി കേൾപ്പു ഞങ്ങളാ സ്നേഹഗാനധാര, വിശ്വമാകവേ പുൽകി നിൽക്കുമാ ജീവരാഗധാര, അഴലാഴി പോലെ തൊഴു കൈകളോടെ ആ സ്നേഹമന്ത്രമുരുവിട്ടു ഞങ്ങൾ പാടുന്നു. ഹൃദയഗീതമായി കേൾപ്പു ഞങ്ങളാ സ്നേഹഗാനധാര, നിന്റെ മനോഹര നാമാവണികൾ പാടി കടലും കരയും നിന്നോടലിയാൻ ശ്രുതിമീട്ടുന്നു പാവം മാനവ ജന്മം. ഒന്നു നീ കൈയേൽക്കുകിൽ കരൾ നിറഞ്ഞൊരമൃതം, അമൃതം. ഹൃദയഗീതമായി കേൾപ്പു ഞങ്ങളാ സ്നേഹഗാനധാര. Very nice. സൂപ്പറായിണ്ട് കേട്ടാ. ഇമോജി കൊണ്ടൊന്നും പറയാൻ പറ്റില്ല, അതിനേക്കാൾ അപ്പുറമായിണ്ട്. സൂപ്പറായിണ്ട്. താങ്ക് യു. Okay, what's next? And thought of the day is signing. Thought ഉണ്ട് മാം, ഞാനാണ്. Good morning, ma'am, and good morning, my dear friends. Today I would like to share 3 nice thoughts. First one, kill the tension before it kills you. നിങ്ങളുടെ സമ്മതം നിങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് അതില്ലാതാക്കുക. നമുക്ക് ടെൻഷൻ ആയാൽ ഒരു കാര്യവും നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ടെൻഷനെ നമ്മൾ ആദ്യം തന്നെ ഇല്ലാതാക്കുക. സെക്കൻഡ് വൺ, റീച്ച് യുവർ ഗോൾസ് ബിഫോർ ഗോൾസ് കിക്ക് യു. ലക്ഷ്യം നിങ്ങളെ ചവിട്ടുന്നതിന് മുമ്പേ നിങ്ങൾ ലക്ഷ്യത്തിലെത്തുക. ആൻഡ് ഫൈനലി, ലിവ് യുവർ ലൈഫ് ബിഫോർ ലൈഫ് ലീവ്സ് യു. അതായത് ജീവൻ നിങ്ങളെ വിട്ടു പോകുന്നതിന് മുൻപേ നിങ്ങളുടെ ജീവിതം നയിക്കുക. ഇഫ് യു വർക്ക് ഹാർഡ്, യുവർ സക്സസ് വെയിറ്റിംഗ് ഫോർ യു. നിങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങളുടെ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു. ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. താങ്ക് യു മാം. ഇത് സൂപ്പറായിണ്ട്. യെസ്, എല്ലാം ഇങ്ങനെ കൂടുതൽ ലെവലിലേക്ക് പോകും അല്ലേ? സോ അപ്പൊ സൈനിനും പ്രതീക്ഷിക്കാം. ആക്ഷൻ സോങ് ആണ്. ഓക്കെ, വീഡിയോ ഓൺ ചെയ്യണം മാം. ആക്ഷൻ സോങ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആക്ഷൻ കാണണമല്ലോ. വീഡിയോ ഓൺ ആക്കാൻ പറ്റില്ല. ഓക്കെ, എല്ലാരും ഓർത്തിരുന്നു. വന്നു വീഡിയോ ആയി. ഓക്കെ. ബേബി ഉണ്ടോ? ഉറങ്ങുവാണോ? അല്ല, ഉണ്ട്. ആളാണ് ഹസ്ബൻഡിന്റെ അടുത്താ. Oh, be little, then be little. 1, 2, 3. 1, 2, 3. Hip be little, come a little.
Tap one phone key, tap one phone key. Hop a little, then be little. 1, 2, 3. 1, 2, 3. Bind a little, bind a little. Touch a little. Nod your head, nod your head. Hop a little, then be little. 1, 2, 3. 1, 2, 3. Bind a little, touch a little. Nod your head, nod your head. Yarn a little, sleep a little. In your bed, in your bed. Bind a little, hop a little. In your bed, in your bed. Thank you. വെരി നൈസ്, വെരി നൈസ്. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ സൈൻ ഇൻ? 2 people can be. അതല്ല എല്ലാവർക്കും ആ ചാൻസ് ഇട്ടുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സോ വേർ നമ്മൾ എവിടെയായിരുന്നു? മാം ഒരു വീൽ ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന്. ഓക്കെ, വെരി ഗുഡ്. കാണിക്കാനാണോ? You want to കാണി- please. കറങ്ങോ? മ്യൂട്ട് ആണോ? സോറി മാം, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കറങ്ങുമോന്നാ ചോദിച്ചേ. ആ കറങ്ങുന്ന അപ്പുറത്താണ്ട് ഇങ്ങനെ വെച്ചേക്കോ. അതാണ്ട് ഇത് എന്തോ? അതാണ്ട് ഇങ്ങനെ ഒരു സ്റ്റിക്ക് വെച്ചേക്കോ, ഇങ്ങനെ കാണിക്കാൻ വേണ്ടിട്ടേ. ഓ ശരി. ആ ഒരു പ്ലക്കാർഡ് പോലെ അല്ലേ? ഞാൻ വിളിച്ചാട്ട് പറഞ്ഞപ്പോ വിചാരിച്ചു ഇങ്ങനെ കറക്കി കറക്കി അങ്ങനെ ഓരോന്ന് നമ്മള് ഈ സ്പിൻ ആൻഡ് വിന്നിൽ കാണാറില്ലേ, ആ അതുപോലെയാന്ന് വിചാരിച്ചു. ആ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ആണോ? അതാണ്ട് ഈ ബാക്കിലുണ്ട്. അതാണ്ട് പ്രൂഫ് അത് കണ്ടു. കണ്ടോ? എന്തിലാ ഉണ്ടാക്കിയിരിക്കുന്നത്? കേക്ക് ബേസ് ആണോ? അല്ല, ഇതൊരു ഈ നമ്മളല്ലേ വീശുന്ന ഒരു സാധനം ഉണ്ടല്ലേ, അത് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ മാം. അപ്പൊ അത് ഇവിടെ ഇരുന്നപ്പോ മാം പറഞ്ഞപ്പോ ഞാൻ ഇതിന്റെ മുകളിൽ പേപ്പർ ഒട്ടിച്ചിട്ട് പിന്നെ പടങ്ങളൊക്കെ വരച്ചിട്ട് നമ്മുടെ ഇലക്ഷൻ ടൈം ആവുമ്പോ സ്ഥാനാർത്ഥികൾ ഒട്ടിച്ചിട്ട് ഒരെണ്ണം നമുക്ക് കൊണ്ടുതരാറുണ്ടല്ലേ? ഇതെല്ലാം ആരാമൺ കൺവെൻഷനിൽ നിന്ന് കിട്ടിയതെല്ലാം പറക്കിക്കൊണ്ടുപോയി. നമ്പേഴ്സിന്റെ അതുപോലെ ഒരു പ്ലക്കാർഡ് ഉണ്ടാക്കാം, പിന്നെ ആൽഫബറ്റ്സിന്റെ ഉണ്ടാക്കാം, കുറെ ഉണ്ടെങ്കിൽ. പിന്നെ എന്താ പറയാ, ഫ്ലവേഴ്സിന്റെ ഉണ്ടാക്കാം, ആനിമൽസിന്റെ ഉണ്ടാക്കാം. അത് തന്നെ വൈൽഡ് ആനിമൽസ്, ഡൊമസ്റ്റിക് ആനിമൽസ്, അങ്ങനെ 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 കുറെ ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്, വെരി നൈസ്. കുട്ടികൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും, അവർക്ക് കയ്യിൽ പിടിക്കാനും ഒക്കെ പറ്റുമല്ലോ. ചെറിയ ചെറിയ ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ ചെയ്യിക്കുമ്പോ ഈ പ്ലക്കാർഡ്സ് ഒക്കെ വെച്ചിട്ട് അവരെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിക്കും. നിങ്ങൾ തന്നെ ക്രിയേറ്റീവ് ആയിട്ട് കണ്ടുപിടിക്കൂ. കാരണം ലൈക്ക് ക്രിയേറ്റിവിറ്റി ആണ് നമുക്ക് ഈ കോഴ്സിന് വേണ്ടത്. ഫസ്റ്റ് ബാച്ചിലെ എക്സാം നടത്തിയതിന്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് ബാച്ചിലെ എക്സാം നടത്തി കഴിഞ്ഞപ്പോ എനിക്ക് ഒരു കുട്ടിയുടെ മെസ്സേജ് വന്നതാണ്. ഇന്നലെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാ ക്ലാസ് റൂമിലേക്കും സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിരുന്നോ? Yes. Okay. So actually, I had given that details to the first batch from not from the beginning, before their model exams. അതിന് മുമ്പ് തന്നെ ഞാൻ ആ സബ്ജക്റ്റിന്റെ ഡിവിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരോട് അത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. Previously it was happening like there will be an exam after module 1, ഒരു 100 മാർക്സിന്റെ 100 questions അങ്ങനെയായിരുന്നു. അത് എഴുതിയപ്പോൾ അവർ വല്ലാതെ ഫെഡപ്പ് ആയി. കാരണം ഇത്രയും കവർ ചെയ്ത് പോകണ്ടേ, ഇത്രയും പോർഷൻസ്. പാർട്ട് 4 ഓരോ പാർട്ടിലും 8 അല്ലെങ്കിൽ 10 യൂണിറ്റ്സ് അല്ലേ. സിമി എന്തെങ്കിലും കാണിക്കാനാണോ? വീഡിയോ ആണ് ആയതുകൊണ്ട് ചോദിച്ചതാണേ. ഞാൻ കാണിക്കാനായിരുന്നു. ഞാനും ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് മിസ്സേ, പക്ഷെ എനിക്ക് ക്യാമറ എടുക്കാൻ അറിയുന്നില്ല. അത് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ആണോ? ക്യാമറയുടെ ആ ഒരു സംഭവം, ക്യാമറയുടെ ആ ഒരു ഇത് കണ്ടോ മൊബൈലില്? ഇത് അതോ നിങ്ങൾക്കിപ്പം ഗൂഗിൾ മീറ്റ് ആവുമ്പോ അതിനകത്ത് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ മാറ്റുന്ന ഒരു എന്താ പറയാ, സ്പിൻ, ഒരു വട്ടത്തിൽ എന്തോ ഒരു സാധനമാണ് എന്റെ ഫോണില്. ഒരു വീഡിയോ ഇങ്ങനെ ഇപ്പം റൂമിന്റെ വാളോ സീലിങ്ങോ ഏതാണ്ടാണ് ഞങ്ങൾ കാണുന്നത്.
കുറച്ചുകൂടെ താഴ്ത്തിക്ക്. ബാക്ക് ക്യാമറ എടുക്കാനാണെങ്കിൽ മേളിൽ ഒരു ഇതുണ്ട് റൗണ്ട്, അതിനാണ് ശ്രമിക്കുന്നത്. അതൊക്കെ ശരിയാവും, നമ്മളെല്ലാരും എക്സ്പേർട്ട് ആവുമല്ലേ. വീഡിയോ എഡിറ്റ് വരെയും ചെയ്യും. കഴിഞ്ഞ ബാച്ചില് പ്രാക്ടിക്കൽസിന് വന്ന അവരായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്തത്. സിമി ഞങ്ങൾക്ക് കാണാം, അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം. അതല്ല മിസ്സേ, അന്നെയാണ് എന്റെ ഫേസ് തന്നെയാ കാണുന്നത്. ബാക്ക് ക്യാമറ എടുക്കാൻ പറ്റണില്ല. ഞാൻ എന്നെ കാണാച്ചിട്ട് നീക്കി ഒരു പിടിച്ചതാ. കാര്യം ചെയ്തിട്ടുണ്ട്, നമുക്കിപ്പോ റോഷ്നി അല്ലേ നമുക്ക് പ്ലക്കാർഡ് കാണിച്ചത്. റോഷ്നി ഫ്രണ്ട് ക്യാം യൂസ് ചെയ്തിട്ടില്ലേ ചെയ്തേ? റോഷ്നി സെൽഫി മോഡലല്ലേ ചെയ്തേ? സെൽഫി മോഡലിൽ കാണിക്കൂ. നമ്മൾ എപ്പോഴും ഞാന് ഒരുങ്ങിയിട്ടില്ല, ഞാനൊരു ശരിയായിട്ടില്ല, അത് കാരണം. സമയം വേണോ ഒരുങ്ങാൻ? അല്ല മാം, ഞാൻ വീട്ടിലുള്ള ഡ്രസ്സിലിട്ടിട്ട് നിക്കണതേ. പോയി വേഗം ഒരുങ്ങിട്ടോ, ഞാൻ പറയുന്നത് കേട്ടോണ്ട് ഒരുങ്ങിക്കോട്ടോ. ഒരു കാര്യം ചോദിച്ചോട്ടെ? പിന്നെ അത് ഇപ്പൊ മാർച്ച് കഴിഞ്ഞിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത ആവശ്യം ഉണ്ടാവോ? എനിക്കിപ്പോ ഒരു എക്സാം ഉണ്ട്. ഏപ്രില് ഒരു PSC എക്സാം ഉണ്ട്. അതിന്റെ ഒരു പ്രിപ്പറേഷനും പിന്നെ മക്കളെ എക്സാമും എല്ലാം കൂടിയിട്ട് അസൈൻമെന്റ് ഒന്നേ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. കുഴപ്പമുണ്ടാവോ? ഡിലേ ആക്കരുതട്ടോ, കാരണം നമ്മൾ ഓരോ മന്തിലും നമുക്ക് അസൈൻമെന്റും ആക്ടിവിറ്റി റെക്കോർഡ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ്, കാരണം ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആളായതുകൊണ്ട് ഞാൻ തുടക്കത്തിലേ തന്നെ തരേണ്ടത്. ഞങ്ങൾക്ക് എല്ലാം ലാസ്റ്റ് മൊമെന്റ്സ് തന്നിട്ടാണ്, നമ്മൾ ചെയ്യാതിരുന്നിട്ടല്ല. അസൈൻമെന്റ് ആക്ടിവിറ്റി ഒക്കെ ഇൻ ബിറ്റ്വീൻ തന്നു. പക്ഷെ റെക്കോർഡ് 5 എണ്ണവും കൂടെ ലാസ്റ്റ് ആയപ്പോഴേക്കും ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് പറയാണ് കാണിക്കൂ പ്ലീസ്. മാം ഇങ്ങനെ ചെയ്തത് ചാർട്ട് പേപ്പറിൽ ചെയ്തു അല്ലേ? ചാർട്ട് പേപ്പറിൽ ഫോം വായിച്ചിട്ട് 2 കൂടെ ഒട്ടിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാ. ശരി ശരി, കാണാമോ മാം? കാണാം. നമുക്ക് ശരിക്കും ആ ചാർട്ട് ഫുള്ള് ചാർട്ട് പേപ്പറിലാകുന്ന രീതിയിൽ കുറച്ചുകൂടെ വലിപ്പം വെക്കാമായിരുന്നോ? ഇത്രയും മതിയോ? മതി തോന്നുന്നു അല്ലേ? ഇത്രയും ചെയ്യാൻ 2 പിള്ളേരുണ്ടേ, പിള്ളേർ 2 വായിച്ചു. നമ്മുടെ ഒരു ബാച്ചിൽ 5 പിള്ളേരുള്ള ഒരു അമ്മയുണ്ട്. ഇപ്പൊ കാണാമോ? കാണാം. കൊള്ളാം, നന്നായിട്ട്. ഓക്കെ, അപ്പൊ എക്സാമിന്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ പറയാനാണേ. എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ആ സബ്ജക്റ്റിന്റെ ഡിവിഷൻ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മീൻസ് യെസ്റ്റർഡേ. സോ ഷീ ടു ആസ്ക് മീ ലൈക്ക്, മാം വാട്ട് ഇസ് ദിസ്? ഇതാണോ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പോർഷൻസ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ക്ലാസ് റൂമിൽ അവരുടെ ക്ലാസ്സിൽ ഞാനത് ഫസ്റ്റ് കൊടുക്കുന്നത് ഫസ്റ്റ് ബാച്ചിനാണല്ലോ. അവരുടെ ക്ലാസ്സിൽ കംപ്ലീറ്റ് സബ്ജക്റ്റ് എല്ലാം ഡിസ്കസ് ചെയ്ത് ഇങ്ങനെയാണ് ഡിവിഷൻസ്. ഓരോ സബ്ജക്റ്റിനും നമുക്ക് ഓരോ എക്സാം ആയിരിക്കും. അത് 100 മാർക്സിന്റെ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, ഫൈനൽ മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അതിൽ ഈ മാർക്കായിരിക്കും ഇങ്ങനെ വരുന്നത് ഫൈനൽ എക്സാമിന്റെ. ആ രീതിയിൽ നമ്മൾക്ക് 10th-ലും +2-ലും ഒക്കെ മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോൾ മാർക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവില്ലേ, അതുപോലെ മാർക്ക് കിട്ടുന്നു പറഞ്ഞു. പിന്നെ പ്രാക്ടിക്കൽ സെഷൻ സെപ്പറേറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ക്ലാസ്സിൽ ഇത് ഞാൻ മുഴുവൻ പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, മാം ഞാൻ ലൈവ് ക്ലാസ് എനിക്ക് കാണാൻ പറ്റാറില്ല. രാത്രിയാണ് അവരുടെ ക്ലാസ് 8 മണിക്ക്. ഞാൻ പറഞ്ഞു റെക്കോർഡ് ക്ലാസ് കാണണം, ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിൽ കുട്ടികള് ഫോൺ എടുത്ത് കളിക്കും, സോ എനിക്ക് ഫോൺ കിട്ടില്ല. സോ വാട്ട് ഷുഡ് ഐ ടെൽ? ഒരു കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരു കുട്ടി അംഗൻവാടിയിലോ പോകുന്ന ഏജാണ്. ഞാൻ പിന്നൊന്നും പറഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. സോ പ്ലീസ്, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷനില് കുട്ടികൾ അങ്ങനെ ആകുന്നതിന് കാരണം മാതാപിതാക്കളും ടീച്ചർമാരുമാണെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ കൊടുക്കാതെ ഫോൺ അവരെടുക്കില്ല. അവര് ജനിച്ചു വരുന്നതേ അവര് ഫോൺ തന്നെ എടുക്കുവാണോ? അല്ല, നമ്മള് ഭക്ഷണം കഴിക്കാൻ, അടങ്ങിയിരിക്കാൻ അങ്ങനെ TV അല്ലെങ്കിൽ മൊബൈലൊക്കെ വെച്ചങ്ങ് കൊടുക്കും. അതാണ് പറ്റുന്നത്. എന്നാൽ അതില് റെസ്ട്രിക്ഷൻ വെക്കാനോ കാരണം കൊറോണ വന്നപ്പം എല്ലാവർക്കും മൊബൈൽ എന്നുള്ള രീതിയിലായി കഴിഞ്ഞു. അത് മാറിയപ്പോ അത് മാറ്റാൻ
ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും മാറ്റാൻ പാരന്റ്സിന്റെ സൈഡിൽ നിന്നും ടീച്ചേഴ്സ്മാരുടെ സൈഡിൽ നിന്നും ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. ടീച്ചർമാർക്ക് പിന്നെ എളുപ്പമായി അവര് ഫോൺ വഴി നോട്ട്സ് ഷെയർ ചെയ്ത് തുടങ്ങി. നമ്മളൊക്കെ സ്കൂളിൽ ചെന്നത് പറഞ്ഞു ഇനി അത് പറ്റില്ല, ഇപ്പൊ നേരിട്ടുള്ള ക്ലാസ്സസ് അല്ലേ, ഫേസ് ടു ഫേസ് ക്ലാസ്സസ് അല്ലേ, അതുകൊണ്ട് ഇനി മൊബൈൽ വഴി ഒന്നും അയക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ പാരന്റ്സ് എല്ലാവരും സ്കൂളിൽ പോയി പറഞ്ഞു, മീറ്റിങ്ങിലെല്ലാം പറഞ്ഞിരുന്നു. മീറ്റിങ്ങിനും അല്ലാതെ എല്ലാം നമ്മൾ പോയി പറഞ്ഞിരുന്നു. നോട്ട്സ് പണ്ട് കൊടുത്ത പോലെ തന്നെ ക്ലാസ്സിൽ കൊടുക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒരു ഐഡിയയും ഇല്ല ക്ലാസ്സുമായിട്ട്. സോ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി ഒരു ജോലി എന്നുള്ള രീതിയിൽ ഈ കോഴ്സിനെ കാണരുത്. കാരണം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത് വളരെ കൊച്ചുകുട്ടികളാണ്, വളരെ നിഷ്കളങ്കരായ വളരെ കൊച്ചുകുട്ടികളാണ്. അത് വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോബാണ്. നമ്മൾ സമ്മതിക്കുമോ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നും അറിയില്ലാത്ത ശരിയായി നോക്കാത്തൊരു ടീച്ചർമാരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ? നമുക്ക് വിഷമം വരില്ലേ? അപ്പൊ നമ്മളിതുപോലെ എത്രയോ കുട്ടികളെ നമ്മുടെ കയ്യിലേക്ക് വരുന്നതാ. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ എക്സാം കറക്കി കുട്ടി എഴുതി പാസ്സായി ക്ലാസ്സിലും കയറാതെ, ക്ലാസ്സിൽ കയറാത്ത പോട്ടെ, ചിലർക്ക് ആ ടൈം പറ്റില്ലായിരിക്കും, റെക്കോർഡ് ക്ലാസ്സും കാണാതെ, ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ, ക്ലാസ്സിൽ കൊടുക്കുന്ന ആക്ടിവിറ്റീസ്, അസൈൻമെന്റ്, മോക്ക് ടെസ്റ്റുകളൊന്നും അറ്റൻഡ് ചെയ്യാതെ എങ്ങനെയെങ്കിലൊക്കെ അവസാനം പരീക്ഷ എഴുതിയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് അല്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. കാരണം ദിസ് ഇസ് ദ ഫ്യൂച്ചർ ഓഫ് യങ് ബഡ്സ്. ചെറിയ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ ഇട്ട് കളിക്കാൻ നമുക്ക് പറ്റുമോ? അത് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. സോ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ലൈവ് ക്ലാസ്സിൽ വരണം എന്നല്ല, ക്ലാസ് കാണാത്തത് ക്ലാസ് കാണുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാലോ, നമ്മളോടും ചോദിക്കാം, ബാച്ച്മേറ്റ്സിനോടും ചോദിക്കാം. ഇത് ഒരു ഐഡിയ ഇല്ലാതെ വന്ന് പരീക്ഷ എങ്ങനെയൊക്കെയോ എഴുതി ജസ്റ്റ് പാസ്സൊക്കെ ആയിട്ടാണ് ഉള്ള കാര്യങ്ങൾ. അപ്പൊ അത് ഞാൻ എന്നിട്ട് പറഞ്ഞു, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ പൊതുവെ അങ്ങനെ പറയാത്ത ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് ടെൻഷനായി, ഇവര് കുറെ കുട്ടികളെ പഠിപ്പിക്കാൻ പോയാൽ എന്താകും എന്നുള്ള ഒരു അവസ്ഥ. അതായിരുന്നു എന്റെ ടെൻഷൻ. ഇല്ലാണ്ട് വേറെ ഒരു അസൈൻമെന്റ് ചെയ്തില്ലെങ്കിലും ആക്ടിവിറ്റി ചെയ്തില്ലെങ്കിലും റെക്കോർഡ് എഴുതിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ നാളെ വർക്ക് ചെയ്യാൻ പോകുമ്പോ അതെനിക്ക് പ്രശ്നമാണ്. എന്റെ ജോലി പഠിപ്പിക്കാന്ന് മാത്രമല്ല, പഠിപ്പിച്ച് നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റണം. നമ്മള് ഒരു കുട്ടിയിലേക്കും റോങ് മെസ്സേജ് പോകരുത്. ഒരു കുട്ടിയെ നമുക്ക് നല്ല പോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അവരെ പ്രൊഡക്റ്റീവ് ആക്കണം. അവരെ പ്രൊഡക്റ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കണം. നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടെത്തി നമ്മൾ തന്നെത്താനെ ഓരോന്ന് ചെയ്യണം. വി ഹാവ് ടു ഫൈൻഡ് അവർ ഓൺ പൊട്ടൻഷ്യൽ. നമ്മൾക്ക് നല്ല പൊട്ടൻഷ്യൽ ഉള്ളുണ്ട്, അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിങ്ങനെ മൂടിക്കിടക്കുക. വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് ആൻഡ് വി ഹാവ് ടു എക്സ്പ്ലോർ. എന്നാൽ മാത്രമേ കുട്ടികളെ നമ്മൾക്ക് അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വി ഹാവ് ടു മേക്ക് ദം ടു ഫൈൻഡ് ഔട്ട് ദെയർ പൊട്ടൻഷ്യൽ. അത് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെ ആവട്ടെ. നമ്മൾ അങ്ങനെ ആവാതെ നമുക്ക് മറ്റുള്ളവരാക്കാൻ പറ്റും. ഓക്കെ, സോ പ്ലീസ് ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും ഒക്കെ റെക്കോർഡ് ഫസ്റ്റ് കൊടുക്കുമ്പോഴേ തന്നെത്താനെ ചെയ്യേണ്ടതാണല്ലോ റെക്കോർഡ്. വി ഹാവ് ടു റൈറ്റ് സ്റ്റോറീസ്, വി ഹാവ് ടു റൈറ്റ് റൈംസ്, ആക്ഷൻ സോങ്സ്, അങ്ങനെ നോവൽ, ഡ്രാമ, ഇതൊക്കെ നമ്മൾ എഴുതണം. അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, ഹൗ കുഡ് ഐ എന്ന് ചോദിച്ചവര് എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ റെക്കോർഡ് എഴുതിക്കൊണ്ട് വന്നത്. പേജൊക്കെ നല്ല ഡിസൈൻ ചെയ്ത്, അങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ലതായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞവര് ഭയങ്കര ചിരിച്ച് റെക്കോർഡുമായിട്ട് വന്ന് സൈനൊക്കെ വാങ്ങിച്ചിട്ട് പോയി. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും പറ്റും. നമ്മളത് അറിയണില്ല. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുറെ രത്നങ്ങളോ അങ്ങനെ സംഭവങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. ജസ്റ്റ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. നമുക്ക് പറ്റും. നിങ്ങളിപ്പോ വീൽ ചാർട്ട് ഉണ്ടാക്കി, പ്ലക്കാർഡ് ഉണ്ടാക്കി, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തില്ലേ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്ന് ചെയ്യുമ്പോഴേക്ക് ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മള് കുട്ടികൾക്ക് ഫെമിലറൈസ് ആയിട്ടുള്ള സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കില്ലേ. അതായത് ആമയും മുയലും, പിന്നെ മങ്കി ആൻഡ് ക്രോക്കഡൈൽ. ഇതൊക്കെ അവർക്ക് എത്ര കേട്ടാലും അവർക്ക് മതിയാവില്ല. പറയുന്ന രീതിക്ക് അനുസരിച്ചിട്ടോ നമ്മൾ ഭയങ്കര ഭയങ്കരമായിട്ട് വോയിസ് മോഡുലേഷൻ ഒക്കെ ചേഞ്ച് ചെയ്ത് നമ്മളത് നറേറ്റ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. വീണ്ടും വീണ്ടും പറയാനൊക്കെ പറയൂലേ. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇനിയും പറയും. അപ്പൊ സെയിം കഥ തന്നെ അവരൊരു 10 പ്രാവശ്യം കേൾക്കും. റിപ്പിറ്റേഷൻ, അതാണ് അവരുടെ ഡെവലപ്മെന്റിന്റെ ഒരു മൈൽ സ്റ്റോൺ ആണ് റിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. പലതവണ കേട്ട് പറഞ്ഞ് ചെയ്ത് അങ്ങനെയാണ് അവരിൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പം നിങ്ങളുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലുള്ള സ്റ്റോറീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. കുട്ടികളുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോറൽ വാല്യൂസ്, മെസ്സേജ് ഒക്കെ തരുന്ന സ്റ്റോറീസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ സ്റ്റോറി ക്യാരക്ടേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫേസ് മാസ്കുകൾ ഉണ്ടാക്കുക. ഇപ്പോ
നമുക്ക് റോഷ്നിയോ പ്ലക്കാർഡ് പോലെ ചെയ്തില്ലായിരുന്നോ മറ്റേ ബാലൻസ്ഡ് ഡയറ്റ്, അതുപോലെ മാസ്ക് ചെയ്യാം. ഇങ്ങനെ കൈ പിടിച്ച് ഫേസിനെ മറിച്ച് കൈ പിടിച്ച് വെക്കില്ലേ, ആ രീതിയിൽ മാസ്ക് ചെയ്യാം. അല്ലാതെ ഇങ്ങനെ വെക്കുന്നതും ചെയ്യാം കേട്ടോ. കാരണം ഇങ്ങനെ ചെവിയിൽ കുറെ നേരം ആ സ്ട്രിങ് ഇങ്ങനെ വെക്കുമ്പോൾ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ പിടിക്കണ ടൈപ്പ് ആക്കാൻ പറഞ്ഞത്. കുഞ്ഞു കൈക്ക് ചിലപ്പം അവർക്ക് പെയിൻ എടുക്കും, അപ്പൊ അവർ കൈ മാറ്റിക്കോളും, ഓട്ടോമാറ്റിക്കലി അവരത് ചെയ്യും. ഈ കൈ കഴിക്കുമ്പോൾ അവർ ഇപ്പുറത്തെ കൈയിലേക്ക് മാറ്റും, പിന്നെ ഇപ്പുറത്തെ കൈയിലേക്ക് മാറ്റും, അങ്ങനെ അവർ ചെയ്യും. അവരെ കൊണ്ട് തന്നെ ആ സ്റ്റോറി അഭിനയിപ്പിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമ്മൾക്ക് അവിടെ ആ ഒരു ഫ്രീഡം കിട്ടുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്നുള്ള അവിടുത്തെ അതോറിറ്റീസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ്, പ്രിൻസിപ്പൾ ഒക്കെ പറയുവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാം. അപ്പൊ അവരിലേക്ക് മോറൽ വാല്യൂസ് അല്ലെങ്കിൽ ഹെൽത്തി ഹാബിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റോറി നറേഷൻ യൂസ് ചെയ്യാം. ആക്ഷൻസോ ചെയ്യുമ്പോഴും എന്തിനും നമുക്ക് ഇതുപോലെ പ്ലക്കാർഡ്സോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അതെല്ലാം ചെയ്തോളൂ. ഓക്കെ മാം, എന്നാ ട്രെയിനിങ്ങിന് എന്നാ പോകണ്ടേ? നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് തുടങ്ങി ഒരു 6 month ആയിട്ടേ നമുക്ക് ട്രെയിനിങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് എനിക്ക് ചെറിയൊരു ഇൻഫർമേഷൻ തരാമോ? നിങ്ങൾ MT9 അല്ലേ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്? ഞാനും പിന്നെ ആരൊക്കെയാ? നമ്മൾ 5 പേരുണ്ട്. ജോബ് സാർ പിന്നെ ഇംഗ്ലീഷ്. ഓക്കെ, ജോബ് സാർ ഇംഗ്ലീഷ്. അശ്വതി മിസ് ഏതാ എടുക്കുന്നത്? ഏത് പോർഷനാ, ഏതാ എടുക്കുന്നത്? ഹെൽത്ത് കെയർ. ഓക്കെ, മൊഡ്യൂൾ 1 പാർട്ട് 1 70 യൂണിറ്റ് ആണ്. 7. ഓക്കെ, ആതിരംസോ? Adira, child development and growth. Okay, fine. And socio-emotional development. Okay, 1 and 2. Physical and motor development എടുത്തില്ല. ഇല്ല മിസ്. So I think it may be taken by anyone else. Okay, Aparna miss. Food, nutrition and balanced diet. Okay, that's in part 2. Common childhood diseases. First aid. Okay, fine. നമ്മൾക്ക് part 3 കാണാം. Part 3 is that is a core of the subject, Montessori methods of teaching. Part 3 ഒരു കഴിയുമ്പോൾ അല്ലെങ്കിൽ part 3 ഒരു പകുതിയിൽ കൂടുതലൊക്കെ ആവുമ്പോൾ you can go for teaching practice. So ഇപ്പോഴത്തെ ഒരു ടൈം അനുസരിച്ച് it will be possible on next academic year, right? നെക്സ്റ്റ് അക്കാദമിക് ഇയറിലല്ലേ നമുക്ക് ഇനി പറ്റൂല? എന്തോ എല്ലാരും പറഞ്ഞു. Ma'am, the month is when it is almost September or yes, most probably it will be on September or October, and please make sure to watch the school before that exam time. No, exam time they won't allow. Like it will be difficult for you people to do the same, even though it is kids. So just before it starts, they'll be announcing, no ma'am? Who will announce? From institute or teachers? Yeah, definitely we will give you the indication, like it is a time for you to go for teaching practice and go and find a school, so that will be an added highlight in your biodata. നമ്മൾ ഈ സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു നല്ല സ്കൂൾ, മീൻസ് റിസൾട്ട് ഓറിയന്റഡ്, നല്ല, പിന്നെ നമുക്ക് അവിടെ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കൂള് സെലക്ട് ചെയ്യുക. നമുക്ക് അവിടെ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടാകണം, ആ രീതിയിൽ സെലക്ട് ചെയ്യുക. പിന്നെ ഒരു നമ്മുടെ ബയോഡേറ്റയില് ഈ സ്കൂളിലാണ് ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തതെന്ന് തോന്നുമ്പോൾ അതൊരു നല്ലൊരു പോയിന്റ് ആണെങ്കിൽ ആ രീതിയിലുള്ള സ്കൂൾ സെലക്ട് ചെയ്യുക. ദെൻ വൺ മോർ തിങ്, നമ്മളുടെ ബാച്ചിലെ പല കുട്ടികളും അവർക്ക് സർവീസ് എന്നുള്ള രീതിയിൽ അവർക്ക് സെർവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് സ്കൂൾസും അപ്രോച്ച് ചെയ്തിരുന്നു. അത് മാത്രമല്ല ബഡ് സ്കൂൾ, സ്പെഷ്യൽ കിഡ്സ് വരുന്ന സ്കൂളുകളില്ലേ, ബഡ് സ്കൂൾ, അവിടെ പോയിട്ട് സമയം കിട്ടുമ്പോൾ അവര് ആ കുട്ടികളെയും സപ്പോർട്ട് ചെയ്തിരുന്നു. സോ ഇഫ് യു ഹാവ് ദാറ്റ് ഇൻ യുവർ മൈൻഡ് യു ക്യാൻ ഡു ലൈക്ക് ദാറ്റ്. കാരണം ആ കുട്ടി, ഞാൻ ചെയ്ത കുട്ടി ടീച്ചിങ് പ്രാക്ടീസ് ഒരു സ്കൂളിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് എവറി ഡേ ഷീ വിൽ ഗോ ടു ദ ബഡ് സ്കൂൾ. എല്ലാ ദിവസവും ഈ ബഡ് സ്കൂളിൽ പോകും. ബഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കുട്ടികളുള്ള സ്കൂള് അല്ലെ, ഗവൺമെന്റിന്റെ തന്നെ. അപ്പം അവിടെ പോയി ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഒരു വോളണ്ടറി സർവീസ് പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ബട്ട് നാളെ നല്ലൊരു സ്കൂളിൽ ജോബ് വേണം എന്നുള്ള രീതിയിലാണെങ്കിൽ
ഒരു സ്കൂൾ അങ്ങനെ സെലക്ട് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ നമ്മളെ അവിടെ തന്നെ പ്ലേസ് ചെയ്യും, അബ്സോർബ് ചെയ്യും. Applicable, ma'am, for this training? Only CBSE are allowed, no, ma'am? Actually, you cannot CBSE and state also. എന്ന് വെച്ചാൽ എന്റെ സമയത്ത് ഞങ്ങൾക്ക് CBSE തന്നെ പോകണം എന്നായിരുന്നു പറഞ്ഞത്. CBSE or ICSE എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ. അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അങ്ങനെ നമ്മൾ പറയുന്നില്ല. കാരണം ഗവൺമെന്റ് സ്കൂളിൽ കുറെ എക്സ്പ്ലോർ ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. അവിടെ അവർക്ക് അറിയില്ല ഈ കുട്ടികൾക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കുന്നതെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് അവർക്ക് താല്പര്യമാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ചില ടേംസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. സോ ലാസ്റ്റ് നമ്മൾ അവിടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് സാധാരണ മാനേജ്മെന്റ് സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഗവൺമെന്റ് സ്കൂളുകാര് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ മടിക്കുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു കുട്ടിക്ക് കിട്ടിയില്ലായിരുന്നു. അതെ, നമ്മളിപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോയെന്നിരിക്കട്ടെ, നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പോകണമെന്നാണോ ബെറ്റർ? അതാണ് നല്ലത് ഇഫ് വി ആർ കോൺഫിഡന്റ് ഇൻ അവർ ലാംഗ്വേജ്. കാരണം അവിടെ പോയി നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. നമ്മളുടെ പോയ ട്രെയിനീസിനോടെല്ലാം അങ്ങനെ തന്നെ ആ സ്കൂളിൽ നിന്ന് അവർ നിർബന്ധമായിട്ടും പറഞ്ഞിരുന്നു. ഈവൻ ദോ ടീച്ചിങ് പ്രാക്ടീസിന് ചോദിക്കാനായിട്ട് ചെന്നപ്പോ തന്നെ അവർ ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിച്ചത്. പല കാര്യങ്ങളും അവർ ചോദിച്ചറിയും, നമ്മുടെ കോഴ്സിനെ കുറിച്ചും നിങ്ങൾ എന്തൊക്കെ ചെയ്തു, ഓൺലൈൻ ആണോ, ഓൺലൈനിൽ ഇതെങ്ങനെയാ പോസിബിൾ ആകുന്നതെന്നൊക്കെ ഭയങ്കര ആയിട്ട് അവര് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് പോയ ട്രെയിനീസ് എല്ലാം വളരെ കോൺഫിഡന്റ് ആയിരുന്നു. അവരത് നല്ലതുപോലെ തന്നെ മാനേജ് ചെയ്തു. നിർബന്ധമായും പോകേണ്ടതാണ്. ഞാനിവിടെ നാട്ടിലില്ല, ദുബായിലാണ്, സെറ്റിൽഡ് ആണ് ഇവിടെ. ഓക്കെ, മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരിക്കലും ഈ കോഴ്സിന്റെ ഒരു കാര്യവും നിങ്ങളോട് മാൻഡേറ്ററി ആണ്, കമ്പൽസറി ആണെന്ന് പറയില്ല. ബട്ട് ടീച്ചിങ് പ്രാക്ടീസ് ഈസ് എ പാർട്ട് ഓഫ് ദ കോഴ്സ്. നമ്മൾ പഠിച്ച നമ്മൾ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യണമല്ലോ. സോ അതിന്റെ ഒരു പാർട്ട് തന്നെയാണ്. പിന്നെ ഈ കാരണം ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അത് മനസ്സിലാവും. അവർ ചോദിക്കും, ചിലര് ചോദിക്കൂട്ടോ, ചിലര് ചോദിക്കില്ലായിരിക്കും. നിങ്ങൾ എവിടെയാണ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് ബ്ലാങ്ക് ആയി പോകരുതല്ലോ. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, അതിനെ കുറിച്ച് പറയില്ല. മാം, ഒരു ഡൗട്ട് ചോദിച്ചിട്ടെ, നമ്മുടെ ഈ മോണ്ടിസറി കഴിഞ്ഞാൽ നമുക്ക് പ്രീ സ്കൂൾ മാത്രമേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ? LKG, UKG? LKG, UKG, 4th സ്റ്റാൻഡേർഡ് വരെയും പെർമിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ബാച്ചിലൊരു കുട്ടി ഇതുപോലെ PG ഡിപ്ലോമ ആൻഡ് മോണ്ടിസോറി ആയിരുന്നു. ഇറങ്ങി ഒരു സ്കൂളിൽ ഇന്റർവ്യൂവിന് ചെന്നപ്പോ അവിടെ പ്രിൻസിപ്പളിന്റെ വേക്കൻസി ഉണ്ടായിരുന്നു. കുട്ടി അവിടുത്തെ പ്രിൻസിപ്പളായി 4th സ്റ്റാൻഡേർഡ് വരെയുള്ളത്. ഓൾറെഡി പണ്ട് പഠിപ്പിച്ച് അല്ലാതെ സ്കൂളുകളിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇന്റർവ്യൂവിന് ടീച്ചർ വേക്കൻസിയിലാണ് ചെന്നത്. പക്ഷെ അവിടെ പ്രിൻസിപ്പളിന്റെ ഒരു വേക്കൻറ്റ് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിൽ അവർക്ക് വളരെ കൺവിൻസിംഗ് ആയിട്ടും വളരെ ഇംപ്രസീവ് ആയി തോന്നിയപ്പോൾ ആ കുട്ടി അപ്പൊ തന്നെ പ്രിൻസിപ്പൾ ആയിട്ട് എടുത്തു. ഷീ ഈസ് വർക്കിംഗ് ആസ് പ്രിൻസിപ്പൾ ഇൻ ദാറ്റ് സ്കൂൾ. സോ അതുകൊണ്ട് നമ്മളുടെ പൊട്ടൻഷ്യൽ, അതാണ് ഞാൻ പറയുന്നത്, നമ്മളുടെ എല്ലാ പൊട്ടൻഷ്യലും നമ്മൾ പുറത്തേക്ക് എടുക്കണം. ഇതിലതാണ് നമ്മുടെ പെർഫോമൻസ്, നമ്മൾ എങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു. ഓരോ സിറ്റുവേഷൻ, കാരണം ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ സിറ്റുവേഷൻസ് കൊടുക്കും, നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ഒരു അസൈൻമെന്റ് ആണേ. നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടി ബെഗ് ചെയ്യുന്നു, വാട്ട് യു വിൽ ഡു പറഞ്ഞിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ ക്ലാസ്സിൽ? ഞങ്ങൾക്ക് മോണ്ടിസോറിയുടെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആട്ടോ. നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു കുട്ടി ബെഗ് ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓർഫനേജ് അല്ലേ, പറ്റുമെങ്കിൽ അവിടെ എത്തിക്കാൻ ശ്രമിക്കും. അതല്ലേ ബെഗ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കരുതെന്നല്ലേ, പൈസയൊന്നും അല്ലെ, ഫുഡ് കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. കുട്ടീന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് അന്വേഷിക്കാൻ പോകും. കുട്ടിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? അപ്പൊ ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും വ്യൂസ് ഡിഫറെന്റ് അല്ലേ? ഓരോരുത്തരും എഴുതി വെക്കും. ഞങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണേ. ഓരോരുത്തരും എഴുതി വെക്കുന്ന ഓരോ ആൻസറാ. അതൊക്കെ നമ്മളുടെ ഒരു വ്യൂ പോയിന്റ്. അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഇവരതായിരിക്കും ചോദിക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നിട്ട് നിങ്ങൾ അതെങ്ങനെ റിലേറ്റഡ് വിത്ത് ചൈൽഡ്, ചിലപ്പോ അക്ഷരം എഴുതാൻ അറിയാത്ത അല്ലെങ്കിൽ മടി കാണിക്കുന്ന ഒരു കുട്ടി, ഹൗ വിൽ യു മാനേജ്? അതൊക്കെ ചോദിക്കാം ഇന്റർവ്യൂവിന്, അങ്ങനെയൊക്കെ ചോദിക്കാം.
പിന്നെ ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടി, ഹൗ യു വിൽ മാനേജ് യു, അങ്ങനെയൊക്കെ ചോദിക്കും. സോ അത് അവിടെ ഒരു ശരി ആൻസർ എന്നല്ല, നമ്മൾ എങ്ങനെ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യും, നമുക്ക് അതിനുള്ള പവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് അവരെ ചോദിക്കുന്നത്. കാരണം ഒരു 10 കുട്ടികളും 10 ടൈപ്പ് ആയിരിക്കുമല്ലോ, യുണീക്ക് അല്ലേ കുട്ടികള്, ഒരു യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരാണല്ലോ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അവര് ചുറ്റും നടക്കുന്നത് അവർക്ക് ക്യൂരിയസ് ആയിരിക്കും, അവർക്ക് എല്ലാം അറിയണം, എല്ലാം മനസ്സിലാക്കണം. അത് അവര് പല രീതിയിലും അത് മനസ്സിലാക്കാൻ ശ്രമിക്കും. ചിലര് നോക്കിയുള്ളൂ, ചിലര് പോയി ഒരു ഒബ്ജക്റ്റ് ഇരിക്കുവാണെങ്കിൽ ചിലർ നോക്കിയുള്ളൂ, ചിലര് പോയി തൊട്ട് നോക്കും, ചിലര് പോയി കുത്തി നോക്കും. പക്ഷെ അവരവരുടെ എല്ലാ സെൻസസും യൂസ് ചെയ്യണത്. അത് കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് അങ്ങനെയാണ്. 5 സെൻസസും യൂസ് ചെയ്തിട്ടാണ് അവര് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ബട്ട് ഒരു അഡൾട്ടും ഞാൻ വെച്ച് നോക്കുമ്പോഴോ ഹി നോ മെനി തിങ്സ്. സോ ഒരു കാര്യം കാണുമ്പോൾ അയാൾക്ക് പോയി കുത്തി നോക്കൂ, എറിഞ്ഞു നോക്കൂ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഹി നോസ്. കുട്ടിയെ സംബന്ധിച്ച് അതല്ല, അവനെല്ലാം പുതുമയാ. ഓക്കെ, അതിനനുസരിച്ചാണ് നമ്മുടെ മറിയ മോണ്ടിസോറി മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, മോണ്ടിസോറി എന്താണ്, ആരായിരുന്നു മറിയ മോണ്ടിസോറി, ഇതൊക്കെ അറിയാമോ? മീൻസ് കൊണ്ട് പഠിക്കാനുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. കാരണം ഒരു ബാച്ചിൽ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, എനിക്ക് മോണ്ടിസോറി എന്താണോ, ഈ മറിയ മോണ്ടിസോറി ആരാന്നോ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അതാ ചോദിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമുക്ക് വരുന്നുണ്ട് പാർട്ട് 3 തുടങ്ങുന്നത് തന്നെ മറിയ മോണ്ടിസോറിയെ കുറിച്ച് ആണ്. അതൊന്നും പോരാ, ശരിക്കും അവരെ കുറിച്ച് കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഗൂഗിൾ ചെയ്താലും ഏതെങ്കിലും ബുക്ക് വായിച്ചാലൊക്കെ അറിയാൻ പറ്റും. നമ്മളുടെ PDF-ലുണ്ട് കുറേ ഡീറ്റെയിൽസ്. ബട്ട് ട്രൈ ടു കളക്ട് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദാറ്റ്. കാരണം നമ്മൾ ഇനി ആ മെത്തേഡിലൂടെയാണ് ജീവിക്കാൻ പോകുന്നത്. സോ പ്ലീസ് ട്രൈ ടു കളക്ട് മോർ മെത്തേഡ്സ്. ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾക്ക് ഞാൻ എത്ര അസൈൻമെന്റ് തന്നു? 5 തോന്നുന്നു. 6 മെസ്സേജ് അല്ലേ? കുറച്ച് റെസ്റ്റ്. നമ്മൾ യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഇതൊക്കെ റെഡിയാണ്, കൊടുക്കാനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. അതാണ് കുറേ ബാച്ചുകൾ ഉണ്ടല്ലോ, എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കണം, അതേ ഉള്ളൂ. ഓക്കെ ഫൈൻ. സോ യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ യൂണിറ്റ് 2 സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്തു. Importance of health education is almost it's over. എയിംസിന്റെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞായിരുന്നു. എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. എടുത്തോട്ടെ. നിങ്ങൾക്ക് തന്ന സബ്ജക്റ്റിന്റെ ആ ഒരു യെസ്, ഞാൻ കാണിച്ചോട്ടെ ഉണ്ടാക്കിയത്. ഒരു മിനിറ്റ്. യെസ് പ്ലീസ്. ശരിയായി, ഒരുങ്ങിയോ? കണ്ട എന്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ, നല്ല കളറും. എന്താ അത്, ക്ലോത്ത് ആണോ? ക്ലോത്ത് അല്ല, ഇത് കേക്ക് ബേസ്. ഈ പോൾക്കാ ഡോട്ട് പോലെ ഇങ്ങനെ കാണുന്നതോ? ഇതിന്റെ ബേസിന്റെ ഇതാണ്, ഡിസൈനാണ്. ഇത് ബാലൻസ് ഫുഡ് ചാർട്ടാണ് മിസ്സേ. ഉണ്ടോ ക്രിയേറ്റിവിറ്റി? വെരി നൈസ്. ഈ ജപ്പാൻകാരുടെ വിഷറി ഇങ്ങനെ വലുതായി വരണോ? കൊള്ളാലോ. യൂട്യൂബ് നോക്കി ചെയ്താണ് മിസ്സേ. എന്താ, നമുക്കൊരു ഗൈഡൻസ് എടുക്കാലോ. ഇതിന് പേരൊന്നും കൊടുത്തിട്ടില്ല, ഞാൻ ഫുള്ളാക്കിയിട്ടില്ല. ഇത് പിന്നെ ഹെൽത്തി ഫുഡും അൺഹെൽത്തി ഫുഡും. വെരി നൈസ്. താങ്ക് യു മിസ്. നല്ല കളറായിരുന്നു, കറക്റ്റ് പ്ലേസ് ഒക്കെ കിട്ടിയിട്ട് കൂടുതൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട വന്നില്ലല്ലോ അല്ലേ? അതിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. സോ എന്നാലും മിസ് എനിക്ക് ഇന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ഉൾപ്പേടി വന്നു മിസ്. എന്താണ് എന്താണ്? അതല്ല മിസ്സേ, എനിക്ക് മിസ് പറഞ്ഞില്ലേ, മിസ്സിന്റെ ഒരു കുട്ടി ഇങ്ങനെ ജസ്റ്റ് പാസ്സായിട്ട് അസൈൻമെന്റ് റെക്കോർഡോ കാര്യങ്ങളൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കുട്ടികളെ പഠിപ്പിക്കാനുള്ളൊരു
ഇത് അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ. എനിക്കത് കേട്ടപ്പോ ഭയങ്കര പേടിയായി. ഞാന് എന്താ സിമിക്ക് അത് പറ്റില്ലേ? സിമി എന്നല്ലേ പേര്? അതെ, എനിക്ക് ഭയങ്കര ടെൻഷനാ. അതെന്തിനാ കാരണം ടെൻഷൻ? വെച്ചാ എനിക്ക് ഈ പറഞ്ഞ മാതിരി ഇംഗ്ലീഷ് ഒന്നും അത്ര വലിയ വശമില്ല. ഞാൻ എല്ലാരോടും പറയുന്നു നമ്മുടെ ഒരു ട്രെയിനിയുടെ കാര്യമൊട്ടെ. മലപ്പുറത്തുള്ളതാ, 39 ഇയേഴ്സ്. 2 കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികളെ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്നതാ. അപ്പം ആള് ചെറിയ ക്ലാസ്സിൽ, എനിക്കൊരു 6ാം ക്ലാസ്സോ അങ്ങനെ എന്തോ ആയ സമയത്ത് എലമെന്ററി സ്കൂളിൽ വെച്ച് എങ്ങനെയോ പഠിത്തം സ്റ്റോപ്പായി പോയി. സംഭവം ആൾക്ക് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ അതായത് റീസെന്റ് മേ ബി 2-3 ഇയേഴ്സിനുള്ളിൽ നമ്മളുടെ ഗവൺമെന്റിന്റെ തുല്യതാ പരീക്ഷ എന്നുള്ള കാര്യമുണ്ടല്ലോ, 10ാം ക്ലാസ്സും +2 നമുക്ക് തുല്യതാ പരീക്ഷയിലൂടെ എഴുതിയെടുക്കാം എന്നും പറഞ്ഞിട്ട് 10th അങ്ങനെ പാസ്സായി, +2 അങ്ങനെ പാസ്സായി. അപ്പൊ ആളുടെ ബ്രദർ പറഞ്ഞു വേറെ എന്തെങ്കിലും കോഴ്സും കൂടെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ഈ കോഴ്സിന് ജോയിൻ ആവുന്നത്. കോഴ്സിന് വരുമ്പോ ലൈക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല. ഒട്ടും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ട് ലെറ്റേഴ്സ് എല്ലാം പഠിച്ച് കുറെയൊക്കെ എഴുതാൻ പഠിച്ചു കഴിഞ്ഞ് 3 ലെറ്റേഴ്സ് വരുന്ന വേർഡ് അവരിങ്ങനെ ഓരോ ലെറ്ററും പറഞ്ഞ് ഒരുമിച്ച് കൂട്ടി വായിക്കില്ലേ, ആ ഒരു ലെവലേ ഉള്ളൂ ആൾക്ക് ആ സമയത്ത്. എല്ലാം ഇങ്ങനെ പെറുക്കിയാ വായിക്കുന്നേ. അപ്പൊ നമ്മളിങ്ങനെ ക്ലാസ്സിൽ ടോപ്പിക്സ് എടുക്കുമ്പോൾ വായിപ്പിക്കുമല്ലോ. അപ്പോ പക്ഷെ ആൾക്ക് ഒരു ഷൈനസും ഇല്ല, ഒരു ഇൻഹിബിഷനും ഇല്ല, ഒന്നും ആളെ ബ്ലോക്ക് ചെയ്യില്ല. ഒന്ന് റീഡ് ചെയ്യാമോ എന്ന് ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ വായിക്കാന്ന് പറയും. അപ്പൊ ബാക്കിയുള്ളവരെല്ലാരും കൂടെ ആള് വായിക്കട്ടെ എന്ന് വെച്ച് സപ്പോർട്ട് ചെയ്യും. കാരണം വി ഓൾ നോ ദാറ്റ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ഹെർ ടു റീഡ്. ഇംഗ്ലീഷ് വായിക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വായിക്കാൻ പറയും. നമ്മൾ ഒരിക്കലും മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് ഇടയ്ക്ക് കയറി കറക്റ്റ് ചെയ്യുക, ഇത് തെറ്റാണ് വായിച്ചതെന്നോ അങ്ങനത്തെ മെത്തേഡ് ഇല്ല. ആള് വായിക്കട്ടെ എന്ന് പറയും. ഒരു പാരഗ്രാഫ് ആയിരിക്കും കൊടുക്കുന്നത്, അത് വായിക്കും. അതും വളരെ സ്ട്രഗിൾ ചെയ്ത് തപ്പി തടഞ്ഞാ വായിക്കുന്നത്. അത് കഴിയുമ്പോഴേക്കും നമ്മളൊന്നും പറയില്ല, നമ്മൾ സാധാരണ ക്ലാസ്സിൽ ചെയ്യുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്യും. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ആള് വായിച്ചത്, ആള് വായിക്കുന്ന സമയത്ത് ഞാൻ ആ വായിച്ചത് ഞാൻ ഒന്നുകൂടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ഒരു 2-3 സെഷൻ കഴിഞ്ഞപ്പോ ഭയങ്കര ഭംഗിയായിട്ട് നല്ല ഫ്ലോയില് ഇംഗ്ലീഷ് വായിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷ് വായിക്കാൻ തുടങ്ങിയത് ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം. എനിക്ക് മര്യാദയ്ക്ക് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തോ ഫ്രീ ഫ്ലോ പോലെയാണെന്നോ വായിക്കുന്നത്. സോ അങ്ങനെ നമ്മൾക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് പറ്റും എന്ന് നമ്മൾ ചെയ്തിട്ട് 2 പ്രാവശ്യം സെൽഫി എടുക്കണം. ഞാനെന്താ പറയാ, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് നമ്മളുടെ മനസ്സ് പറഞ്ഞാലും വേറെ ആര് പറഞ്ഞാലും അത് നമ്മൾ ചെയ്യണം. ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കൂ ഫോട്ടോ എടുത്തിട്ട്. അപ്പൊ അത്ര ഭംഗിയായിട്ട് ഇപ്പൊ ആ കുട്ടി വായിക്കും. മീനിങ് അറിയില്ലായിരിക്കും, ഗ്രാമർ അറിയില്ലായിരിക്കും, വൊക്കാബുലറി അറിയില്ലായിരിക്കും, ബട്ട് ഷീ നോ ഹൗ ടു റീഡ്. അത് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയതാണ്. കാരണം വരുമ്പോ ഞങ്ങൾക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവരുടെ പ്രാക്ടിക്കൽ സെഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മലപ്പുറത്താണ്, കുട്ടികളൊക്കെ വീട്ടിൽ വേറെ ആരും ഇല്ല. അപ്പൊ അതുകൊണ്ട് വന്നില്ല. അങ്ങനെ വരാൻ പറ്റാത്ത കുറെ പേരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന കാണാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു. എനിക്ക് കാണാൻ പറ്റിയില്ല. കുറെ പറഞ്ഞു, വരാനൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ സ്റ്റേ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു. ഇങ്ങനെ എന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാം, കുട്ടികളുമായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ വന്നില്ല. ഞാൻ എന്നിട്ട് ബാക്കിയുള്ളവരോട് പറഞ്ഞു എനിക്ക് കാണണം എന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവരും പറഞ്ഞു, എല്ലാവർക്കും അറിയാം. കാരണം ആ ഒരു സ്ട്രഗിൾ ചെയ്ത ടൈം മാറി. അപ്പൊ നല്ല സ്പീഡില് നല്ല സ്മൂത്ത് ആയിട്ട് പ്രൊനൗൺസിയേഷൻ ഒക്കെ നല്ല പക്കയായി അയാളുടെ. സോ യൂസ് ദ പ്ലാറ്റ്ഫോം. നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യൂ. ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഞാൻ മിസ്സേ, ഞാൻ മിസ് പറഞ്ഞ പോലെ ഞാൻ SSLC NOC എടുത്ത് പാസ്സായതാണ്. ഇപ്പൊ ഞാൻ +2 NOC ചെയ്യുന്നുണ്ട്. കൊമേഴ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ അതും കൂടെ ഇതിന്റെ ഇടയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറഞ്ഞ മാതിരി ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനോ ഒരു സെന്റൻസ് കൂട്ടി പറയാനോ അങ്ങനെ ആയിട്ടില്ല. വായിക്കും ജസ്റ്റ്. പിന്നെ പറയണത് ഏകദേശം ഒന്ന് മനസ്സിലാവും. എന്താണ് പറയുന്നത് ഏകദേശം മനസ്സിലാവും. നമുക്ക് അതേപോലെ തിരിച്ച് പറയാം. ഡെഫിനറ്റ്ലി നല്ലപോലെ പറ്റും. ജോബ് സാറിന്റെ ക്ലാസ്സല്ല ഇംഗ്ലീഷ്. അതെ. ഇവൻ എന്റെ ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ എന്റെ ക്ലാസ് സ്കിപ്പ് ചെയ്താലും ജോബ് സാറിന്റെ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കയറും. ശരി മിസ്. ഓക്കെ.
സോ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ അതിന്റെ ഒരു ബ്രീഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് വി നോ, നമ്മൾക്ക് അറിയുക എന്നുള്ളതല്ല, വാട്ട് വി ഡു, അതാണ്. ആ അറിവ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് എന്തും കേട്ടോ. ഹെൽത്ത് എഡ്യൂക്കേഷൻ മാത്രമല്ല എന്ത് കാര്യങ്ങളും. നമ്മളിപ്പോ ഈ കോഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ജോലിക്ക് പോവുക എന്നുള്ളതും ജോലി സ്ഥലത്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളതും അല്ല, നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യുക വേണം. ഓക്കെ, ഞാൻ ഇത് ഫയലൊന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വായിക്കാൻ പറ്റുന്നവരൊന്ന് വായിച്ചു തുടങ്ങിക്കോ, ഞാൻ അപ്പോഴേക്കും അതൊന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരാം. കിട്ടി. സബ്ജക്റ്റിന്റെ ഡിവിഷൻ അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്, പഠിക്കാനുള്ള എളുപ്പം കേട്ടോ. നമുക്ക് സാധാരണ എക്സാം വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ മോഡൽ എക്സാമും മെയിൻ എക്സാം ഒക്കെ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സബ്ജക്റ്റിന് 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 1 hour ആണ് എക്സാം. ഒരു ആൻസറിന് 2 മാർക്സ് ആയിരിക്കും. ടോട്ടൽ മാർക്ക് അങ്ങനെയാണ് 100 വരുന്നത്. അപ്പൊ 1 hour കൊണ്ട് നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ ചെയ്താൽ മതി. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ പകുതിയൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ അങ്ങ് ഫെഡപ്പ് ആകും. കാരണം ഈ 100 വായിച്ചെടുക്കുക, അതും ഇതിൽ നോക്കിയല്ലേ വായിക്കുന്നേ. അപ്പൊ അത് കാരണം ഭയങ്കര 50 ആയപ്പോ അവരെല്ലാം റിലാക്സ്ഡ് ആയി. ഒരു 20 മിനിറ്റ്സ് കൊണ്ടൊക്കെ തന്നെ പരീക്ഷ കഴിയുന്നത് ഉണ്ട്, പലരും ഫിനിഷ് ചെയ്ത് കഴിയാറുണ്ട്. സോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു എന്തോ എത്ര സബ്ജക്ട് ഉണ്ടാവും? സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ് ഇന്നലെ ക്ലാസ് റൂമിൽ കിട്ടിയില്ലേ? കിട്ടിയിരുന്നു. ഇംഗ്ലീഷ് മോഡ്യൂളില് അത് കറക്റ്റ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടല്ലോ, മനസ്സിലായില്ലായിരുന്നോ? അതായത് പാർട്ട് 1 മുഴുവനും ഒരു സബ്ജക്റ്റ് ആണ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. പാർട്ട് 2 2 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി. യൂണിറ്റ് 1 തുടങ്ങി 5 വരെ ചൈൽഡ് ഡെവലപ്മെന്റ്, 6 തുടങ്ങി 10 വരെ സൈക്കോളജി. പാർട്ട് 3 അഗെയിൻ രണ്ട് സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മോണ്ടിസോറി ഫിലോസഫിയും മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻ. ആ രീതിയിൽ 2 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാർട്ട് 4 8 സബ്ജക്റ്റ്, അതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അങ്ങനെ 6 സബ്ജക്റ്റ് മോണ്ടിസോറി. മോഡ്യൂൾ 1 6 സബ്ജക്റ്റും മോഡ്യൂൾ 2 ഇംഗ്ലീഷ് 7ാമത്തെ സബ്ജക്റ്റും. അങ്ങനെയാണ് ഡിപ്ലോമ വരുന്നത്. ഡിപ്ലോമയ്ക്കും പി ജിക്കും ആ 7 സബ്ജക്റ്റ് വരെ കോമൺ ആണ്. പി ജിക്ക് എക്സ്ട്രാ 2 സബ്ജക്റ്റ് ഉണ്ട്. അത് മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഒരു സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പാർട്ട് 4 അതിന്റെ ചെറിയൊരു വേർഷനാണ്, അതിന്റെ കുറച്ച് ഹയർ വേർഷനാണ് പി ജിക്കാരുടെ ആ 2 സബ്ജക്റ്റ്. ഓക്കെ, പിന്നെയുള്ളതെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽസ് ആണ്. നമ്മുടെ മോഡ്യൂൾ 3 പ്രാക്ടിക്കൽ ആണ്. കോർ, അതായത് തിയറി പാർട്ട് 3 കോർ ആണെങ്കിൽ, പ്രാക്ടിക്കൽ പാർട്ടായ കോർ പോർഷൻ ആണ് മോഡ്യൂൾ 3 വരുന്നത്. അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാകും. ഇപ്പൊ നമ്മള് ഫസ്റ്റ് സബ്ജക്റ്റ് ആയ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിലെ 2nd യൂണിറ്റ്, അതായത് നിങ്ങൾ മോഡ്യൂൾ വൈസ് നോക്കുവാണെങ്കിൽ മോഡ്യൂൾ 1 പാർട്ട് 1 2nd യൂണിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഇസ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും അതുപോലെ തന്നെ ഹൈജീൻ, നമ്മൾ ഹൈജീൻ ആയിട്ട് ഇരിക്കേണ്ടത്, പേഴ്സണൽ ഹൈജീൻ, ഡൊമസ്റ്റിക് ഹൈജീൻ, നമ്മുടെ സ്വന്തം വ്യക്തി ശുചിത്വം മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും സറൗണ്ടിങ്സിന്റെ ഹൈജീൻ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ വീടുകളിൽ ചെറിയ കുട്ടികളും പ്രായമായ ആൾക്കാരും കാണും. അവരെയാണ് ഏറ്റവും പെട്ടെന്ന് അസുഖങ്ങൾ ആക്രമിക്കാനുള്ള ചാൻസ് കൂടുതൽ. ദെയർ ഇമ്മ്യൂണിറ്റി പവർ ഈസ് വെരി ലോ. ഈ കൊച്ചുകുട്ടികളുടെയും പ്രായമായ ആൾക്കാരുടെയും ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവായിരിക്കും. സോ നമ്മൾ ഡൊമസ്റ്റിക് ഹൈജീൻ, നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഏത് പോയിന്റ്സ് വരെ പറഞ്ഞു? എയിംസ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞു? എയിംസിന്റെ ഫസ്റ്റ് പോയിന്റ് എടുത്തായിരുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പറിൽ ഒതുങ്ങുക, നമ്മൾ വായിച്ചു നോക്കുക, നമ്മൾ അങ്ങനെ ആ നോളജ് ജസ്റ്റ് അറിഞ്ഞു, അതല്ല, വി ഹാവ് ടു അപ്ലൈ ടു അവർ ലൈഫ്. നമ്മൾ നമ്മളുടെ ലൈഫിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് കംപ്ലീഷൻ ആകുന്നത്.
ഇതല്ലേ എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ആ അതെ, ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയുള്ളായിരുന്നു. Okay, to provide information about health and hygiene. ഹെൽത്തിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു അബൌട്ട് വാട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഇവിടെ നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹൈജീൻ ആണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് വി നോ ദാറ്റ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് അവർ മെന്റൽ ഹെൽത്ത് ഓൾസോ. അതിന് നമുക്ക് അടുത്ത ചാപ്റ്റർ വരുന്നുണ്ട്. 6th ചാപ്റ്റർ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ്. ഓക്കെ, അപ്പോ ഇതിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മൾ സ്കൂളിനെ കോൺസെൻട്രേറ്റ് ചെയ്താ പറയുന്നത്. അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസ്, അതിന്റെ എയിം ആൻഡ് വാല്യൂസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുട്ടികൾക്കും ടീച്ചേഴ്സിനും അതിന്റെ ഇത് എയിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കാരണം ദേ ഹൗ ടു നോ അബൌട്ട് അവർ ബോഡി, ഹൗ ടു കീപ് അവർ ബോഡി ക്ലീൻ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികളും അറിയണം, ടീച്ചർമാരും അറിയണം. ടീച്ചർമാര് നല്ല രീതിയിൽ വരുമ്പോഴാണല്ലോ കുട്ടികൾ ശരിക്കും അവര് ഫോളോ ചെയ്യും. പലപ്പോഴും പല കാര്യങ്ങളും പലരെയും ഫോളോ ചെയ്യും. അഡൾട്ട്സിനെ ഫോളോ ചെയ്യാനും കോപ്പി ചെയ്യാനും കുട്ടികൾക്ക് ഭയങ്കര താല്പര്യം. സോ നമ്മളെ കാണിച്ചു കൊടുക്കുന്നതാണ് അവര് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അസുഖങ്ങള് അത് മാറ്റാനായിട്ട്, അതിനെ വൈപ്പ് ഔട്ട് ചെയ്യാനായിട്ട്, വാർഡിങ് ഓഫ്, അതിനെ ആ ഡിസീസിനെയൊക്കെ മാറ്റിക്കളയാനായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് നമ്മൾ എടുക്കണം. സ്കൂളും പരിസരവും വൃത്തിയായിരിക്കണം, അതൊക്കെ നമുക്കറിയാലോ. മേ ബി കുട്ടികളിൽ ചിലപ്പോൾ ചില ബാഡ് ഹാബിറ്റ്സ് കാണാം, നെയിൽ ബൈറ്റിങ്, പിന്നെ അൺഹൈജീനിക് ടീത്ത് ഹൈജീൻ ഒന്നും ശരിയായിരിക്കില്ല. പിന്നെ അടുത്തത് പറയുന്നത് കുറച്ച് വലിയ കുട്ടികളുടെ കാര്യത്തിലാണ്. ഇപ്പൊ സ്കൂളുകളിലും ഉണ്ടല്ലേ സ്മോക്കിങ്ങും ലിക്കർ യൂസ് ചെയ്യുന്നതും ഒക്കെ, അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ സ്കൂളുകളിലും നടക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ അഡൽട്സിന്റെ കുറച്ചുകൂടെ വലുതായ കുട്ടികളെ വെച്ചിട്ട് പറയുന്നത്. അങ്ങനെ അൺഹെൽത്തി പ്രാക്ടീസസ് ഒക്കെ റോങ് കോൺസിക്വൻസസ് ഉണ്ടാക്കും. ഇതിനെപ്പറ്റി നല്ലൊരു അവയർനെസ് ടീച്ചർമാർക്കും ഉണ്ടായിരിക്കണം, കുട്ടികൾക്കും ഉണ്ടായിരിക്കണം. പിന്നെ ലൈക്ക് നമ്മളുടെ പേഴ്സണൽ ഹെൽത്ത്, അപ്പൊ ഇതുപോലുള്ള ഹാബിറ്റ്സ്, അതായത് സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഇതുപോലുള്ള ഹാബിറ്റ് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലുള്ള റോങ് റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കും വരുന്നത്, അൺഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നായിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ സോ ബെറ്റർമെന്റ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, നല്ല നല്ല കൂട്ടുകെട്ടുകളിൽ പോവുക. ഇതുപോലെ അൺഹെൽത്തി ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴാണ് ഇതുപോലുള്ള ബാഡ് ഹാബിറ്റ്സ് അതൊക്കെ വരുന്നത്. ഈവൻ സ്മോക്കിംഗ്, ലിക്കർ യൂസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു ഹൈജീനിക് വേ ഓഫ് ലിവിങ്ങും വളരെ താന്നു പോകും. ഓക്കെ, കാരണം ആ ഒരു ബ്രെയിൻ സെൽസിനെ ഡാമേജ് ചെയ്യുവാണല്ലോ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ. പലപ്പോഴും നല്ല രീതിയിൽ നിൽക്കാനും നടക്കാനും ആ പോസ്ചറും ഒക്കെ വ്യത്യാസം വരും. കുട്ടികളുടെ ഫിസിക്കൽ തന്നെ ഭയങ്കര വ്യത്യാസങ്ങൾ വരും. അതാണ് ചില സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടാൽ നമുക്കറിയുന്ന പറയുന്നത്, അവരുടെ ഈ ഫിംഗേഴ്സിൽ തന്നെ ആ വ്യത്യാസം ഉണ്ടാവും. ഈ സാധനം എപ്പോഴും ഇങ്ങനെ പിടിച്ച് ഫിംഗേഴ്സിൽ വ്യത്യാസം ഉണ്ടാവും, ലിപ്സിൽ വ്യത്യാസം ഉണ്ടാവും. ഈവൻ ദോ അവരുടെ ബ്രീത്തിങ്ങിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, സ്നോറിങ് സൗണ്ട് പോലെയൊക്കെ തോന്നും. അങ്ങനെ പിന്നെ അതുമല്ല ഈ ഭയങ്കരമായിട്ട് ലങ്സിന് പ്രഷർ കൊടുക്കുവാണല്ലോ സ്മോക്ക് ചെയ്യുമ്പോൾ. അപ്പൊ അവര് ആകെ മെലിഞ്ഞൊരു രൂപത്തിലേക്ക് മാറാനും, ചെയിൻ സ്മോക്കിംഗ് ഒക്കെ ആകുമ്പോഴേക്കും അതുപോലെ ഇങ്ങനെ വളഞ്ഞൊരു രൂപത്തിലേക്ക് മാറാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഫിസിക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ കുട്ടി സ്മോക്കിംഗ് ഉള്ളതാണോ, അങ്ങനെ മനസ്സിലാവും. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ആരാവത് വായിക്കാം? Who will read? ഞാൻ വായിക്കാം മിസ്. Yes. To maintain norms of good food health. It helps the school authorities to keep certain principles of health in school. A number of programs of good health growth in the pupils, sufficient habits of hygiene, atmosphere such as cleanliness, etc. ഓക്കെ, നമുക്ക് എന്തൊക്കെ ഇപ്പൊ നമ്മൾ ആ സ്കൂളിൽ വർക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇതുപോലെ ഹെൽത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഹൈജീനെ കുറിച്ചും എങ്ങനെയുള്ള അവയർനെസ് പ്രോഗ്രാംസ് നമുക്ക് വെക്കാൻ പറ്റും? നിങ്ങളൊരു സ്കൂളിൽ വർക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ ഹൈജീൻ അല്ലെങ്കിൽ ഹാബിറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങള്, എന്തെങ്കിലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞാൽ വാട്ട് യു വിൽ ഡു? കുട്ടികൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ വീഡിയോസ് ആയിട്ടും അങ്ങനെയൊക്കെ കാണിക്കും. Meghna, you can understand, no? Understand. So what you will do? നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു കൊച്ചു കുട്ടികളുടെ സെഷൻ ആണെന്ന് വിചാരിച്ചു. LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. എല്ലാ പിള്ളേരോടും ഹെൽത്ത് ആയിട്ടുള്ള ഫുഡ് കൊണ്ടുവന്നിട്ട്
നമ്മൾ അവരെ മുന്നിൽ തന്നെ അവരെയും കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് സാലഡ് പോലൊക്കെ കൊടുത്ത് ഒരു കണ്ടന്റ് ഉണ്ടാക്കാം. നമുക്ക് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം അല്ലേ? അങ്ങനെ ഒരു ചെറിയൊരു ഫുഡ് ഫെസ്റ്റ് പോലെ, അതായത് ഹെൽത്തി ഫുഡിന്റെ ഒരു ഫെസ്റ്റ്, അങ്ങനെ ആ രീതിയിൽ അങ്ങനെ ചെയ്യാം. പിന്നെ കുക്ക് ചെയ്യാത്ത രീതിയിലുള്ള ഫുഡ് അതുണ്ടാക്കുന്ന രീതിയിൽ സലാഡ് അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ളത് ചെയ്യാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കത് ആക്ഷൻ സോങ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ആക്ഷൻ സോങ് ഇപ്പൊ പ്ലക്കാർഡ് ഉണ്ടാക്കിയില്ലേ റോഷ്നി, ആ പ്ലക്കാർഡ് പിടിച്ചിട്ട് അതുപോലെ നമുക്ക് പല ആക്ഷൻസ്, ഇപ്പം അണുക്കളുടെ ജേംസിന്റെ ഷേപ്പിൽ ഇങ്ങനെ ഒരു വല്ലാത്ത ഷേപ്പാണല്ലോ വൈറസുകൾക്ക്, അതുപോലത്തെ കൊറോണ വൈറസിന്റെ ഷേപ്പ് മുള്ളു പോലെ നമുക്ക് ഇങ്ങനെ കാണാമല്ലോ അല്ലെ? അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ നല്ല ഹെൽത്തി ഹാബിറ്റ്സ് ചെയ്തപ്പോ ഹാൻഡ് വാഷ് ചെയ്യുന്നു. അപ്പൊ ഒരു കുട്ടി ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ പോകുന്നു, കുട്ടിയെ ആക്രമിക്കാനായിട്ട് ഈ വൈറസ് വരുക, അതുപോലെ നമുക്കൊരു പ്ലക്കാർഡ് കൊണ്ട് ചെല്ലാം. ബട്ട് കുട്ടി എന്ത് ചെയ്യുന്നു? പോയി നല്ലതുപോലെ സോപ്പ് എടുത്ത് ഹാൻഡ് വാഷ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ഉണ്ട്, ഹാൻഡ് വാഷ് ടെക്നിക്സ്. കൊറോണയുടെ സമയത്ത് ഭയങ്കര ആയിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തിരുന്നു അല്ലെ, ഹാൻഡ് വാഷ് ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ഹാൻഡ് വാഷ് ചെയ്തപ്പോ വൈറസ് തെറിച്ചു പോകുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ആക്ഷൻ സോങ് ഉണ്ടാക്കാം, ചെറിയൊരു സ്റ്റോറി പോലെ ഉണ്ടാക്കാം, വൈറസ് നശിച്ചു പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെ വൈറസ് ഇഷ്ടമില്ലാത്തൊരു രൂപമായിരിക്കുമല്ലോ അവർക്ക്. അപ്പൊ അത് കണ്ട് അതിങ്ങനെ നശിച്ചു പോകുന്നതായിട്ട് കാണുന്നത് ഇഷ്ടം തോന്നും. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. വീഡിയോസ് കാണിക്കാം, സ്റ്റോറി നറേറ്റ് ചെയ്യാം, ആക്ഷൻ സോങ്സ് കാണിക്കാം. അങ്ങനെ പല രീതിയിൽ കുട്ടികളെ കൊണ്ട് തന്നെ സ്റ്റോറിയിൽ അഭിനയിപ്പിക്കാം. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാം അല്ലെ? സോ നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം സ്കൂളിൽ. ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പല അവയർനെസ് കൊടുക്കുന്ന പല പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യാം. ഇനി തേർഡ് വൺ ആരാ വയ്ക്കാം? ഞാൻ വായിക്കാം. To make a precautionary and preventive measure, its aim is to take good precaution against pollutions and spread of diseases. So good hygiene arrangements are made. Urinals and toilets are keep it clean. Sweeping is done daily, and the rooms and the furniture are kept neat and tidied. The edibles in the tuck shop are saved from fires. Okay. തേർഡ് പോയിന്റ്, അതിലൊരു ചെറിയ കറക്ഷൻ ഉണ്ട്. ആ ലാസ്റ്റ് സെന്റൻസ് എൻഡ് ചെയ്യുന്ന വേർഡ് അല്ലേ, അത് ഫ്ലൈസ് ആണ്. ഈച്ചകൾ എന്നുള്ള അർത്ഥം വരുന്ന FLIES ആണ് കേട്ടോ. അതൊന്ന് കറക്റ്റ് ചെയ്യാം. ഫയൽസ് എന്നാണ് നമുക്ക് PDF-ല് ബൈ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. അത് ഫ്ലൈസ്, ഈച്ചകൾ എന്നുള്ള അർത്ഥം വരുന്ന ആ വാക്കായിട്ട് മാറ്റുക, FLIES. സോ പ്രിക്വേഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുന്നത് അല്ലെ, അസുഖങ്ങൾ വരാതിരിക്കാൻ. ഇനി വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന എന്തൊക്കെ ശ്രദ്ധിക്കണം, അത് നല്ല പ്രിക്വേഷൻസ് എടുക്കണം. അങ്ങനെ പൊല്യൂഷൻ, നമുക്ക് നമ്മുടെ ക്ലൈമറ്റ് എങ്ങനെയാണ്, പലപ്പോഴും ഡ്രൈ ക്ലൈമറ്റ്, ചൂട്, പൊടി ഒക്കെ ഉണ്ടാവും അല്ലെ. പല രീതിയിലും നമ്മളുടെ അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡ് ആയിരിക്കും. അപ്പോൾ അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പൊല്യൂട്ടഡ് വാട്ടർ ഉണ്ടാവും, പൊല്യൂട്ടഡ് എയർ, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ. പിന്നെ നമ്മള് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ പലയിടത്തും നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് പല ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ എവ്രിവെയർ നല്ലൊരു ഗുഡ് അറേഞ്ച്മെന്റ് ഓഫ് ഹൈജീൻ അറേഞ്ച്മെന്റ്സ് ചെയ്യാം. സോ പ്രിക്വേഷൻസ് എടുക്കണം, പ്രിവെന്റീവ് മെത്തേഡ്സ് എടുക്കണം. ഓക്കെ. പിന്നെ ടോയ്ലറ്റ്സും അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കുന്ന യൂറിനറ്റ്സും എല്ലാം നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. അവിടെ ആവശ്യത്തിന് വെള്ളം വേണം ക്ലീനിങ്ങിനുള്ളത്. പിന്നെ ദിവസവും അത് ക്ലീൻ ചെയ്യണം. സീപ്പിംഗ്, അത് തുടച്ച് വൃത്തിയാക്കുന്നതൊക്കെ ദിവസവും ചെയ്യണം. പിന്നെ റൂമും ഫർണിച്ചറുകളും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. കുട്ടികൾ യൂസ് ചെയ്യുന്ന ഡെസ്ക്, ബെഞ്ച്, അവര് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സ്ഥലം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഹാൻഡ് വാഷ് ചെയ്യാൻ പോകുന്ന സ്ഥലം, അവർ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ്സ്, വാഷ്റൂംസ് എല്ലാം നല്ല ക്ലീൻ ആയിരിക്കും. പിന്നെ എഡിബിൾസ് ഇൻ ദ ടക്ക് ഷോപ്പ്. ചില സ്കൂളുകളിൽ കണ്ടിട്ടില്ലേ, ചെറിയൊരു ക്യാൻഡി സ്റ്റോർ ഉണ്ടാവും. ടക്ക് ഷോപ്പ് എന്ന് പറയുന്നത്
ക്യാൻഡി സ്റ്റോർ, ഇങ്ങനെ ചെറിയ മിഠായികളും സ്നാക്സും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോർ ഉണ്ടാവുമായിരിക്കും ചില സ്കൂളുകളിൽ കേട്ടോ, എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. അതെല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. അപ്പൊ അത് ഓപ്പൺ ആയിട്ട് ഒരു ക്യാൻഡീസോ അല്ലെങ്കിൽ സ്നാക്സോ വെക്കരുത്, എല്ലാം നല്ല ക്ലോസ്ഡ് ആയിട്ട് വെക്കണം, അല്ലെങ്കിൽ ഈച്ചകളുടെ ശല്യം ഉണ്ടാവും. അതാണ് പറയുന്നത് എഡിബിൾസ് ഇൻ ദ ടച്ച് ഷോപ്പ്. ക്യാൻഡി സ്റ്റോർ ആണ്, ചെറിയൊരു മിഠായി അങ്ങനത്തെ ടോഫീസ് ചോക്ലേറ്റ്സ് ഒക്കെ വെക്കുന്ന രീതിയിലുള്ളത്. ആർ സേവ്ഡ് ഫ്രം ഫ്ലൈസ്, അതായത് ഈ ഫ്ലൈസ് ഈച്ചകളിൽ നിന്നും ഒക്കെ അതിനെ ഈച്ചകളൊന്നും അങ്ങോട്ട് വരാത്ത രീതിയിൽ നല്ല ക്ലീൻ ആക്കി വെക്കണം എന്നാണ് പറയുന്നത് സ്കൂളുകളിൽ അങ്ങനെയുള്ള ക്യാൻഡി സ്റ്റോർസ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, അതും കൂടെ പറയാനുള്ള സമയം നമുക്കുണ്ടെന്ന് തോന്നുന്നു. മാം ഞാൻ വായിക്കാം. ഞാൻ വായിക്കണം മിസ്, ഞാൻ വായിക്കണം മിസ്. പ്ലീസ്, രണ്ടുപേരും കൺഫ്യൂഷൻ ആയിപ്പോയോ? ഓക്കെ ചേച്ചി വായിച്ചോളൂ, കുഴപ്പമില്ല. To take corrective measures. Corrective action against disease is also taken. A medical checkup is made and deformities, injuries and disease are dedicated and remedial measures are suggested. A good number of എന്താ മിസ് PUPL പ്യൂപ്പിൾ, നമ്മൾ സ്റ്റുഡന്റിന് പറയുന്ന വേറൊരു പേരാണ് പ്യൂപ്പിൾ. People suffer from myopia. An eye examination discovers the extent of short sightedness. എന്താ മനസ്സിലാ? സൈറ്റിലെ നമ്മുടെ കാഴ്ച. Sightedness. If classes are not used in time, myopia will increases rapidly. അല്ല മിസ്സേ, rapidly. Some peoples have poor quality teeth. If they suffer from pyorrhea, immediate medical treatment is needed. Okay, very good. So to take curative measures, curative എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിംഗ്, അതായത് ഒരു റെമഡി. നമുക്കിപ്പോ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ കുറെ പ്രിക്വേഷൻസ് എടുത്തു, പ്രിവെന്റീവ് മെത്തേഡ്സ് എടുത്തു, എന്നിട്ടും നമ്മളെ അസുഖങ്ങൾ ആക്രമിക്കുവാണെങ്കിൽ അതിനെ ഹീൽ ചെയ്യാനുള്ള മെത്തേഡ്സ്, അതാണ് നെക്സ്റ്റ് വന്നത്. ടു ടേക്ക് ക്യൂറേറ്റീവ് മെഷേഴ്സ്. അത് കറക്റ്റീവ് ആക്ഷൻ അഗെയിൻസ്റ്റ് ഡിസീസ് ഈസ് ഓൾസോ ടേക്കൺ. ഓരോ അസുഖം വരുമ്പോൾ അതിനെ കറക്റ്റ്, ചിലരുണ്ടല്ലോ സ്വയം ചികിത്സയുള്ള ഒരാൾക്കാരുണ്ടല്ലേ, അവസാനം വഷളായിട്ടായിരിക്കും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. സോ കറക്റ്റ് ആക്ഷൻ അഗെയിൻസ്റ്റ് ഡിസീസ് അതാണ് എടുക്കേണ്ടത്. സ്കൂളുകളിൽ മെഡിക്കൽ ചെക്കപ്പ് കണ്ടക്ട് ചെയ്യാറുണ്ട്, മെയിൻലി ഐയുടെ മെഡിക്കൽ ചെക്കപ്പ്, പിന്നെ ടീത്തിന്റെ മെഡിക്കൽ ചെക്കപ്പ്. കൊച്ചു കുട്ടികളിൽ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന രണ്ട് ഏരിയ ആണ് ഈ ടീത്തും ഐയും. പല കുട്ടികളിലും മയോപ്പിയ, ഷോർട്ട് സൈറ്റ് അല്ലെ. എന്താ ഷോർട്ട് സൈറ്റ്? ദൂരെയുള്ള ഒബ്ജക്ട്സ് ഭയങ്കര ബ്ലർഡ് ആയിട്ട് തോന്നും. ഓക്കെ, അടുത്തുള്ളത് ക്ലിയർ ആയിട്ട് തോന്നും, പക്ഷെ ദൂരെന്ന് കാണുമ്പോൾ ഭയങ്കര ബ്ലർഡ്, അവർക്ക് ഫോക്കസിങ് ഉണ്ടാവില്ല. അപ്പൊ കറക്റ്റ് അത് നോക്കി, ചില കുട്ടികൾക്ക് എക്സസൈസ് കൊണ്ട് അത് മാറും, ചില കുട്ടികൾക്ക് കുറച്ചു കാലം ഗ്ലാസ് വെച്ചാൽ അവരുടെ അത് കറക്റ്റ് ആയി വരും. ചില കുട്ടികൾക്ക് ചിലപ്പോൾ കുറച്ചധികം കാലം, അല്ലെങ്കിൽ ലൈഫ് ലോങ്, അല്ലെങ്കിൽ 18 years ആകുമ്പോൾ വേറെ എന്തെങ്കിലും ചെയ്ത് മാറ്റാം എന്നുള്ള രീതിയിൽ ആ രീതിയിലൊക്കെ പറയും. അങ്ങനെ കറക്റ്റ് നോക്കി അതിന് പറ്റുന്ന ഗ്ലാസ് അവർക്ക് കൊടുക്കണം. ആ രീതിയിൽ ഗ്ലാസ് കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മയോപ്പിയ, ഈ ഷോർട്ട് സൈറ്റ്നസ് അതിന്റെ കൂടുതൽ വഷളാകും. റാപ്പിഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ അതിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചില കുട്ടികൾക്ക് പുവർ ക്വാളിറ്റി ടീത്ത് അല്ലെ, കുട്ടികളുടെ എപ്പോഴും നമ്മൾ മലയാളത്തിൽ പറയും പുഴുപ്പല്ല് എന്നുള്ള രീതിയിൽ പറയും. ആക്ച്വലി അവർ നല്ല രീതിയിൽ ബ്രഷ് ചെയ്യാത്ത കൊണ്ടും മധുരങ്ങൾ കൂടുതൽ കഴിക്കുന്ന ഒരു ഏജ് ആണല്ലോ, മധുരം കഴിച്ചു കഴിഞ്ഞാൽ വാ കഴുകാത്തത് കൊണ്ടും അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് ഇത്. ഇതെല്ലാം പല്ലിനിടയ്ക്കേക്കും ആ പല്ലങ്ങ് കേടാവും. അങ്ങനെ വന്ന് അപ്പൊ ഈ പല്ല് കേടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പയോറിയ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകും. അതായത് മോണപ്പഴുപ്പ് നമ്മൾ പറയില്ലേ, ഇങ്ങനെ പഴുപ്പ് വരിക, ബ്ലഡ് ഡിസ്ചാർജ് ചെയ്യുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ബ്ലീഡിങ് കം,
ഡിസ്ചാർജ് ഓഫ് പസ്, അതായത് മോണയിൽ നിന്നും പസ് പഴുപ്പ് വരിക, പിന്നെ ചിലപ്പോൾ ബ്ലഡ് വരിക, ബ്ലീഡ് ചെയ്യുക, ഇതെല്ലാമാണ്. ഇത് പുവർ ഓറൽ ഹൈജീൻ, വായുടെ മൊത്തത്തിലുള്ള ടീത്തിന്റെ മാത്രമല്ല, നല്ല വൃത്തിയായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വാ കഴുകാതിരിക്കുക, ബ്രഷ് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ പുവർ ഡെന്റൽ ഹൈജീൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ശരിക്കും ഈ ഒരു സമയം അത് നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അസുഖങ്ങൾ വരാതിരിക്കാൻ പ്രിവെന്റീവും പ്രിക്വേഷൻസും നമ്മൾ എടുക്കുന്നു. ഇനി എന്നിട്ടും അസുഖങ്ങൾ വരുവാണെങ്കിൽ കുട്ടികളിൽ അത് പെട്ടെന്ന് വരും. ഇമ്മ്യൂണിറ്റി അവർക്ക് ഡെവലപ്പ് ആയിട്ടില്ല. കുട്ടികളിൽ പെട്ടെന്ന് വരും. അത് കണ്ണുകൾക്കും അതുപോലെ തന്നെ ടീത്തിനുമാണ് സംഭവിക്കാറ്. ഓക്കെ, അപ്പൊ ഈ 4 പോയിന്റ്സ് വരെ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ, റീഡ് ചെയ്യുക കേട്ടോ. റീഡ് ചെയ്തിട്ട് എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ തോന്നുവാണെങ്കിൽ അതൊക്കെ എഴുതി വെക്കൂ. കാരണം നമ്മളുടെ ഫിംഗർ ടിപ്സ് തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും സ്മാർട്ട് ഫോൺ. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കുറേ കാര്യങ്ങൾ ഇത് റിലേറ്റഡ് നമുക്ക് കിട്ടും. ഹാൻഡ് വാഷ് ടെക്നിക്സ് ഒന്ന് നോക്കി വെച്ചോളൂ. ഇപ്പൊ ഒരു ഡയറ്റ് ചാർട്ട് ഒക്കെ ഉണ്ടാക്കിയില്ലേ, അതുപോലെ ഒന്ന് വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് എല്ലാവർക്കും ഡ്രോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിക്ചർ കളക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി, എഴുതുമൊന്നും വേണ്ട. നമ്മൾ കണ്ടിട്ടില്ലേ ചില ഇടത്തൊക്കെ പോകുമ്പോൾ ഹാൻഡ് വാഷ് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കാണിച്ചിരിക്കുന്നത്, ഇങ്ങനെ കഴുകുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ജസ്റ്റ് അതൊന്ന് സെർച്ച് ചെയ്ത് വെക്കും. ഞാൻ അപ്പോഴേയും ക്വസ്റ്റ്യൻ ഇട്ടേക്കാം. ഓക്കെ, സോ സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടോ? ആക്ടിവിറ്റി ആണോ? ഏതാണ് ഇപ്പൊ പറഞ്ഞതോ? അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ഒറ്റ ചാർട്ടിലോ അല്ലെങ്കിൽ ഒട്ടിച്ചാലും പോരെ? അത് ആക്ടിവിറ്റി മതി, അസൈൻമെന്റ് വേണ്ട കേട്ടോ. എന്റെ ഒരു പിക്ചർ ഉണ്ട്, അത് വേണമെങ്കിൽ ഞാൻ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യാൻ കൊടുക്കാം. സ്റ്റോറി എഴുതാനുള്ളതോ? സ്റ്റോറി എഴുതാൻ പറഞ്ഞു. സ്റ്റോറി എഴുതാൻ ഞാൻ പറഞ്ഞു. ഇല്ല മാം, അത് നേരത്തെ ഫേസ് മാസ്ക് ഉണ്ടാക്കേണ്ട കാര്യം പറഞ്ഞില്ലേ? നമുക്കൊരു അതൊക്കെ ചെയ്ത് വെച്ചോളൂന്നേ പറഞ്ഞുള്ളൂ. ഇതൊന്നും സബ്മിറ്റ് ചെയ്യാനല്ല കേട്ടോ. നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസ് സമയമാകുമ്പോൾ എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു തന്നു മാത്രം. ഓക്കെ, ക്ലാസ്സിൽ വരുമ്പോ കാണിക്കൂ. കഴിഞ്ഞവരൊക്കെ അങ്ങനെ ചെയ്തൊക്കെ വരുമ്പോഴേക്കും ക്ലാസ്സിലൊക്കെ ഒന്ന് കാണിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു ഐഡിയ കിട്ടും. കുറച്ചുകൂടെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാൻ തോന്നുവാണെങ്കിൽ സജഷൻസും കിട്ടും. അതൊക്കെ അത്രേ ഉള്ളൂ. ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടി ഇപ്പോഴേ ഓരോരോ സ്റ്റെപ്സ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അതൊന്നും സബ്മിറ്റ് ചെയ്യേണ്ടതല്ല. ബട്ട് സബ്മിറ്റ് ഒന്നും ചെയ്യേണ്ടതല്ല മിസ്. ഏതാണ്? ഇപ്പൊ ഉണ്ടാക്കിയ ചാർട്ട് ഇല്ലേ, വീൽ ചാർട്ട്, അതൊന്നും സബ്മിറ്റ് ചെയ്യണ്ടേ? ഇതിപ്പോ ചാർട്ട് ആയിട്ടല്ലേ ചെയ്തിരിക്കുന്നത്, സബ്മിറ്റ് ചെയ്യേണ്ട. പക്ഷെ ഇതൊക്കെ സൂക്ഷിക്കണം. അറ്റ് ദ ടൈം ഓഫ് വൈവ ചോദിക്കും. അതായത് നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഈ സാധനമൊക്കെ നമ്മുടെ അടുത്തുണ്ടായിരിക്കണം. അല്ലാണ്ട് ഇത് തന്നെ കാണിക്കണം എന്നൊന്നും പറയില്ല. കാരണം പലരും പല രീതിയിലും പലതും ചെയ്തിട്ടുണ്ടാവും. ചിലർക്ക് ചിലത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പേടിപ്പിക്കുകയൊന്നുമില്ല. ചെയ്ത ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഒന്ന് പ്രസന്റ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് കോൺഫിഡന്റ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണെങ്കിൽ അത്രയും നല്ലതല്ലേ. ആരെങ്കിലും ചെയ്തത് നമുക്ക് പ്രസന്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, നമുക്ക് അറിയില്ല. കാരണം ചെയ്തത് വേറെ ആരുമാണ്. നമ്മൾ ചെയ്തത് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ച് നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ തന്നെ എല്ലാം ഉണ്ടാക്കുക. പിന്നെ ഹെൽപ്പിന് കുഞ്ഞുങ്ങളെ വിളിക്കുക. അപ്പൊ വരയ്ക്കാൻ അറിയില്ല, ഒട്ടിക്കണം. കുട്ടികളെ കേൾപ്പിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, സോ വൈൻഡ് ചെയ്യാം. 12 മണിക്ക് ക്ലാസ്. മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമുക്ക് എക്സാമിന് നെഗറ്റീവ് ക്വസ്റ്റ്യൻസിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവോ? ഇല്ല. ഓക്കെ മാം. Ma'am, sign out പറയട്ടെ. Good morning, Disha ma'am, and good morning, friends. First of all, thanks to Disha ma'am for giving for sharing your valuable. Sorry, ma'am. Sorry, ma'am. Good morning, Disha ma'am, and good morning, friends. First of all, thanks to Disha ma'am for sharing your valuable knowledge to us. And today Disha ma'am teach about the aim and values of health education and 4 points about it. And thank you. We all understand it clearly. And also I like to thanks to our friends also to giving a full support and attention to our class.
And I like to conclude my words with a small story. Moral story. A magic paintbrush. Once upon a time, there was a young boy named Rohan who loved to paint. One day, he found a magic paintbrush that brought his painting to life. Rohan was thrilled and started painting beautiful pictures. But soon, he realized that the magic paintbrush was not only bring good things to life, but also bad things. Rohan had painted pictures of big scary monster and it came to life. The monster started causing trouble in the town. Rohan was shocked and didn't know what to do. But then he remembered something his mother told to him. With great power comes great responsibility. Rohan decided to use the magic brush to paint a picture of a brave knight who could defeat the monster, and it's what? The knight came to life and saved the town from the monster. The moral one is with great power comes great responsibility. We must use our talents and ability wisely and think about how our actions might affect others. And once again, I thanks to Disha ma'am. And this is sign out by Shamna from Trivandrum. Have a nice day, ma'am. Okay, thank you so much. Have a nice day. Drink plenty of water. വെയിലത്ത് പോരുത്. സമയമാണ്, പുണ്യമാസാണ്. സോ വെയിലത്തൊന്നും പോരുത് നമുക്ക്. Thank you, ma'am. 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 Thank you. Thank you, ma'am. Bye. Thank you, ma'am. ആരാ അവിടെ ഒരു താങ്ക് യു പറഞ്ഞതാണോ? Thank you, ma'am. Bye.